ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിൽ രാഷ്ട്രീയ ഭേദമില്ലെന്നുകൂടി തരൂർ വ്യക്തമാക്കുകയാണ്. പ്രവർത്തക സമിതി നിർജീവമാണെന്ന പരോക്ഷ വിമർശനം ഉയർത്തി ദേശീയ നേതൃത്വത്തെയും മുൾമുനയിൽ നിർത്തുന്നു. വോട്ട് വിഹിതം ഉയർത്തി ഭരണം പിടിക്കാനുള്ള നീക്കങ്ങളൊന്നും ദേശീയ തലത്തിൽ കാണുന്നില്ലെന്നും കൂടി പറഞ്ഞു വെക്കുന്നു. വിവാദ അഭിമുഖത്തോട് കൂടുതൽ പ്രതികരിക്കാൻ തരൂർ തയ്യാറായില്ല. നിങ്ങളോട് സംസാരിക്കാൻ എനിക്കൊരു മടിയുമില്ല, സമയം വരുമ്പോൾ സംസാരിക്കും. തരൂരിനെ പ്രകോപിപ്പിക്കാതെ, പേര് പരാമർശിക്കാതെയാണ് AICC പ്രതികരിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടി ജോൺസട്ടാ കുറച്ച് കാലത്ത് തൊട്ട് തുടങ്ങിയതല്ല TV കണ്ടോണ്ടിരിക്കണ ശശി തരൂരിനെ കുറിച്ചിട്ടൊക്കെ ഓരോ വാർത്തകൾ കേട്ടിരിക്കണ്ടല്ലോ. എന്തൊക്കെ ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ കോൺഗ്രസിലും ഇങ്ങനെ ശശി തരൂരിനെ കുറിച്ചിട്ടുള്ള ഓരോ ഇതുകൾ അഭിപ്രായ വ്യത്യാസങ്ങളും ലീഗിലും അതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇനി ശശി തരൂര് ഇനി BJPയിലേക്കോ അല്ലെങ്കിൽ CPMയിലേക്കോ പോവാൻ വല്ല സാധ്യതയുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കണേ. ഇങ്ങനെ കോൺഗ്രസിലും ഇപ്പൊ ലീഗിലൊക്കെ ആളെ കുറിച്ചിട്ട് ഇങ്ങനെ അവര് ഓരോ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുമ്പോ ആ ശശി തരൂരിന്റെ ഉള്ളിലുണ്ടാവൂലോ, ഇവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തണ കാരണം ആൾക്കൊരു തീരുമാനം ഉണ്ടാവൂലോ. അപ്പൊ ആള് എന്തൊട്ട് തീരുമാനിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വഴിക്ക് അങ്ങോട്ട് പോട്ടെ, അല്ലാണ്ട് എന്താ പറയാ. എന്തായാലും ആളെ അവഗണിക്കാനോ. ജോൺസട്ടാ കുറച്ച് കാലത്ത് തൊട്ട് തുടങ്ങിയതല്ല TV കണ്ടോണ്ടിരിക്കണ ശശി തരൂരിനെ കുറിച്ചിട്ടൊക്കെ ഓരോ വാർത്തകൾ കേട്ടിരിക്കണ്ടല്ലോ. എന്തൊക്കെ കേസ്. സത്യത്തില് നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസിലെ ഒരു ഹിന്ദി ഇംഗ്ലീഷ് ദിനപത്രത്തിലാണ് ശശി തരൂരിനെ പറ്റിയുള്ള ഒരു അഭിമുഖം വന്നിട്ടുണ്ട്, 1.5 മണിക്കൂറുള്ളത്. അതിനെപ്പറ്റി ചർച്ചയാണെന്ന് മാധ്യമങ്ങൾ മുഴുവൻ. അപ്പോൾ സത്യത്തിൽ ശശി തരൂർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്. കാരണം ഡൽഹി എലക്ഷൻ കഴിഞ്ഞു, ഹരിയാന എലക്ഷൻ കഴിഞ്ഞു, മഹാരാഷ്ട്ര എലക്ഷൻ കഴിഞ്ഞു. കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJP ഇന്ത്യ മുന്നണി തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവായിരുന്നു. അതിനുശേഷം ഇന്ത്യ മുന്നണി പ്രതിപക്ഷത്താണ്, NDA അധികാരത്തിലെത്തി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യ മുന്നണിക്ക് നല്ലൊരു സാധ്യതയുള്ള പോലെ ഉണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം പിന്നീട് നടന്ന ഇലക്ഷന് മുഴുവൻ ഹരിയാനയിൽ കോൺഗ്രസ് ജയിക്കും എന്ന് പറഞ്ഞിട്ട് അവസാനം തോറ്റു. മഹാരാഷ്ട്രയിൽ നിലം പരിശായി. ഡൽഹിയിൽ എന്താ പറയുക, കാര്യമായിട്ട് ഒരു വിജയമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ അവസ്ഥയിൽ ശശി തരൂർ മുന്നോട്ട് വയ്ക്കുന്ന പോയിന്റ് ഇത്രയാണ്. കേന്ദ്രത്തിലെ ശക്തനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിടുന്നതിന് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നേരിടാനുള്ള ശക്തി പ്രതിപക്ഷ നേതാവിനോ അല്ലെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനോ കോൺഗ്രസ് നേതൃത്വത്തിനോ ഇല്ല എന്ന് അദ്ദേഹം പരസ്യമായിട്ട് സമ്മതിക്കുകയാണ്. മാത്രമല്ല, കേരളത്തിലെ കരുത്തനായ ശക്തനായ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിടാനുള്ള ഒരു സ്ട്രെങ്ത് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കൾക്കില്ല, കോൺഗ്രസിലെ കേരളത്തിലെ നേതാക്കൾക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്രത്തിലും കേരളത്തിലും അധികാരം തിരിച്ചു പിടിക്കണമെങ്കിൽ നിലവിലെ നേതൃത്വത്തിൻ്റെ ഈ ശൈലിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യയിൽ എന്നും കോൺഗ്രസ് പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരുമെന്നും കേരളത്തിലെ നിലവിലെ എന്താ പറയുക, ഇന്നലെ ഒരു പുതിയ അറിയാലോ, ഒരു വ്യാവസായിക വിപ്ലവം കണ്ടമാനം എന്താ പറയുക തൊഴിൽ സംരംഭകരെ സമ്മേളനം പരിപാടിക്ക് നടത്തി മുഖ്യമന്ത്രി വീണ്ടും ശ്രദ്ധയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വികസന നായകൻ എന്നുള്ള രീതിയിലുള്ളൊരു രംഗപ്രവേശനമാണ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരുന്നത്. കേന്ദ്രത്തിലെ സർക്കാർ ഇപ്പോൾ 100% സംസ്ഥാന ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടിലേക്കാണ് വരുന്നത്. അപ്പോൾ കേരളത്തിലെ ഒരു കോൺഗ്രസ് ഭരണം വരാൻ കേന്ദ്രം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് കേന്ദ്രത്തിൻ്റെ പിന്തുണയും കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ പിന്തുണ ഒരു പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിക്ക് സപ്പോർട്ടായിട്ട് വരാനുള്ള സാധ്യതയും ഉരുത്തിരിഞ്ഞു വരുന്ന സാഹചര്യമാണ് നിലവിൽ വരുന്നത്. ഈ അവസ്ഥയിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ശക്തനും കരുത്തനുമായ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിടാൻ കഴിയില്ല എന്നൊരു തോന്നൽ പൊതുസമൂഹത്തിന് ഉണ്ട് എന്ന് ശശി തരൂർ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ
നരേന്ദ്രമോദിയെ നേരിടാനുള്ള കഴിവ് പോരാ എന്നൊരു ചിന്തയിൽ ശശി തരൂരിൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ട്. കാരണം പൊതുസമൂഹം അങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നൊരു തോന്നൽ. അപ്പോൾ ശശി തരൂരിനെ പറ്റി കാണുന്നത് എങ്ങനെയാണ്? കാരണം ഒരു വിഭാഗം ഇന്ത്യയെ 6-ാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു, ഒരു വിഭാഗം ഇന്ത്യയെ ശിലായുഗത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അപ്പോൾ ശശി തരൂരിനെ പോലെ ചിന്തിക്കുന്ന ആളുകൾ ആധുനികമായ ചിന്തയുള്ള വ്യക്തികളാണെന്നും കേരളത്തിലും വിദേശത്തേക്ക് വളരെയധികം ആളുകൾ കുടിയേറി പാർക്കുന്ന ഇത് ഒരുമാതിരി പഠിച്ച മിടുക്കന്മാരായി വരുന്നവരൊക്കെ വിദേശത്തേക്ക് പോകുന്നു. കേരളത്തിലാണെങ്കിൽ ഒരുമാതിരി മിടുക്കന്മാരെല്ലാവരും പുറത്തേക്ക് പോയിക്കൊണ്ട് ഇപ്പം നമ്മൾ അറിയാം വ്യവസായിക വിപ്ലവമൊക്കെ കേരളത്തിൽ വരാൻ പോവുകയാണെങ്കിൽ 20 കൊല്ലം മുന്നേ ഇതൊക്കെ നടപ്പിലാക്കണേ. കാരണം ഇപ്പം ഒരുമാതിരി നമ്മുടെ നല്ല മിടുക്കന്മാരായ എല്ലാ ചെറുപ്പക്കാരും ബ്രിട്ടനിലേക്കും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും അതല്ലെങ്കിൽ ബാംഗ്ലൂര് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ത്യയിൽ എല്ലാ നല്ല എന്താ പറയുക എന്തെങ്കിലും സ്കില്ലുള്ള ആളുകൾ മുന്നേ ഇന്ത്യ വിട്ട് പോകുക അല്ലെങ്കിൽ കേരളം വിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ഇത്തരം അവസ്ഥയിൽ ഇന്ത്യയിലെ പുതിയ തലമുറയ്ക്ക് എന്താ പറയുക മോദിക്ക് ശേഷം അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ പിണറായിക്ക് ശേഷം ഇവിടെയുള്ള നേതാക്കന്മാരെക്കാളൊക്കെ എല്ലാ നിലയിലും അറിവും കഴിവും ബുദ്ധിയും പ്രാപ്തിയും ഉള്ള വ്യക്തി ഞാനാണ് എന്നാണ് ശശി തരൂർ പറയുന്നത്. കാരണം ഞാനൊരു വിശ്വപൗരനാണ്, എനിക്ക് എല്ലാ മേഖലയിലുള്ള ജനങ്ങളുടെ പിന്തുണയുണ്ട്, പൊതുസമൂഹം എന്നെ പിന്തുണയ്ക്കുന്നു, ലോകത്തിലെ എല്ലാ മേഖലയിലും എനിക്ക് ബന്ധങ്ങളുണ്ട്, ഇന്ത്യയിൽ എല്ലാ മേഖലയിലും എനിക്ക് ബന്ധങ്ങളുണ്ട്, എല്ലാ യൂത്തും എൻ്റെ ഒപ്പമാണ്. അതുകൊണ്ട് എൻ്റെ നേതൃത്വത്തിൽ നിങ്ങളെല്ലാവരും അംഗീകരിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചു വരാൻ സാധിക്കും എന്ന് ശശി തരൂറിന് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വെച്ച് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കണമെന്നില്ല, കേരളത്തിലെ UDF നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കണമെന്നില്ല. പക്ഷെ അദ്ദേഹം നയം വ്യക്തമാക്കി കഴിഞ്ഞു. അദ്ദേഹത്തിന് എന്തെങ്കിലും സ്കില്ലുണ്ട്, എന്തെങ്കിലും കഴിവുണ്ട് എന്ന് പൊതുസമൂഹത്തിന് തോന്നുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസിൻ്റെ നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് അവരൊക്കെ അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ലെങ്കിലും പൊതുസമൂഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിനെതിരെ കാര്യമായിട്ടൊരു എതിർപ്പില്ല. കാരണം കോൺഗ്രസ് പാർട്ടിയിലെ അണികൾ അല്ലെങ്കിൽ പ്രവർത്തകർ അവരുടെ ഭാഗത്തു നിന്ന് ശശി തരൂരിന് മാനസികമായിട്ടൊരു സപ്പോർട്ടില്ലെങ്കിലും ഇന്ത്യയിലെ പൊതുസമൂഹമോ അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹമോ അദ്ദേഹത്തിനെതിരെ പരസ്യമായിട്ടൊരു നിലപാട് എടുത്തിട്ടില്ല. ഇത് അദ്ദേഹം ഒരു ശക്തിയായിട്ട് കാണുന്നു. കാരണം കാര്യമായിട്ട് ഏതെങ്കിലും സാമുദായിക സംഘടനകളോ ആരെങ്കിലും ശശി തരൂരിന് എതിരായി രംഗത്ത് വരികയോ പ്രസ്താവന ഇറക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ശശി തരൂർ വ്യക്തമാക്കുന്നൊരു പ്ലാൻ ഉണ്ട്. എന്നെ കൂടാതെ കേരളത്തിൽ കോൺഗ്രസിന് അധികാരത്തിലെത്താൻ സാധ്യത ഇത്തിരി പ്രയാസമാണ്. ഇന്ത്യയിലാണെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിടാനായിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിന് കഴിയില്ല. കാരണം ശശി തരൂർ ഒരു ഹിന്ദുവാണ്, ഒരു ഹിന്ദുത്വവാദിയല്ലാന്ന്, ഒരു മതേതരവാദിയാണെന്ന്, ഏതെങ്കിലും തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന ഒരു നേതാവല്ലെന്ന്, ഏതു ഭാഗത്തിൽപ്പെട്ട തീവ്രവാദികളെയും എതിർക്കുന്ന ഒരു നിലപാടുള്ള വ്യക്തിയാണെന്ന്. അതുകൊണ്ട് ജാതിക്കും മതത്തിനും പ്രദേശത്തിനും അതീതമായി ചിന്തിക്കുന്ന ആളുകൾ, ഇന്ത്യയുടെ ഭാവിയിൽ എന്താ പറയുക ഒരു ശുഭവിശ്വാസമുള്ള ആളുകൾ, ചെറുപ്പക്കാർ ശശി തരൂരിനെ പിന്തുണയ്ക്കും എന്നുള്ള വിശ്വാസം ആളുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് ആള് ഇങ്ങനെ പ്രസ്താവനയുടെ രംഗത്ത് വന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പൊതുസമൂഹം എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഇതിന് പ്രസക്തി. കാരണം കോൺഗ്രസിന്റെ ഉള്ളില് അദ്ദേഹത്തിന് എന്താ പറയുക ബാഹ്യമായൊരു പിന്തുണ നേതൃത്വ നിരയിലോ അല്ലെങ്കിൽ പ്രവർത്തകരുടെ ഇടയിലോ കാണുന്നില്ല എന്ന്. പക്ഷെ പൊതുസമൂഹം എങ്ങനെ കാണുന്നു നമുക്ക് അടുത്ത ഏതാനും ദിവസങ്ങളിൽ കാണാൻ സാധിക്കും. പക്ഷെ ഇപ്പോഴത്തെ മുഖ്യ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അതിനുശേഷമായിരിക്കും അടുത്ത സ്റ്റെപ്പുകൾ ഉണ്ടാവുക. ശശി തരൂരിനെ ഏതെങ്കിലും വിധത്തിൽ അവഗണിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയല്ല. കാരണം കേരള രാഷ്ട്രീയത്തിലാണെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലാണെങ്കിലും അദ്ദേഹത്തിന് വ്യക്തമായ നയവും നിലപാടുമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരു സ്റ്റാൻഡ് ഉണ്ട്. മാത്രമല്ല എവിടെയും ഒരു തലയെടുപ്പോടെ നിൽക്കാൻ പറ്റുന്നൊരു പൊസിഷൻ ഉണ്ടെന്ന്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഏത് പാർട്ടിയും സ്വീകരിക്കാൻ തയ്യാറാണ്. ഒരുപക്ഷെ ഭാവിയിൽ നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവാനോ കേന്ദ്രത്തിൽ ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാവാനോ ഒക്കെ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ്.
അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആണെങ്കിലും. അതൊരു യാഥാർത്ഥ്യം കേരളത്തിലെ പൊതുസമൂഹത്തിനും ഇന്ത്യയിലെ പൊതുസമൂഹത്തിനും അറിയാം എന്നുള്ളതാണ് സത്യം. അപ്പം അദ്ദേഹത്തെ ഒരിക്കലും അവഗണിച്ചു പോകാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം ചെയ്യുന്നത് ശരിയാണോ ശരിയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചിന്തയിൽ നിന്ന് പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിനോട് കാര്യമായിട്ട് എതിർപ്പുള്ള രീതിയിലുള്ള ഒരു പ്രതികരണങ്ങൾ വരുന്നില്ല. പക്ഷെ പാർട്ടിക്കുള്ളിലും കോൺഗ്രസ് പ്രസ്ഥാനത്തോട് ഒപ്പം നിൽക്കുന്ന ആളുകളുള്ളിലും ശശി തരൂർ ചെയ്യുന്ന നിലപാടോട് താല്പര്യമുള്ള രീതിയിലുള്ള ഒരു അഭിപ്രായം ഇല്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ടി വിയിലുള്ള ചർച്ച ഇതാണ്. അപ്പൊ നമ്മളിങ്ങനെ സൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ നാളെ കടയിൽ ചെല്ലുമ്പോൾ വരുന്നവർ മുഴുവനും ഇതായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക, എന്താണ് അഭിപ്രായം. അപ്പൊ നമ്മള് ഇപ്പോൾ ഓരോ മാധ്യമങ്ങളിലെ ചർച്ചകൾ, വിഷയങ്ങൾ, ഓരോ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ട് നമ്മൾ തന്നെ അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ്, ശശി തരൂരിൻ്റെ ബോഡി ലാംഗ്വേജ്, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുടെ ബോഡി ലാംഗ്വേജ്, മനഃശാസ്ത്രം ഒക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കി എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചാനലുകൾ വാർത്തകളെ കാണുന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ കോൺഗ്രസിലും ഇങ്ങനെ ശശി തരൂരിനെ കുറിച്ചിട്ടുള്ള ഓരോ ഇതുകൾ, അഭിപ്രായ വ്യത്യാസങ്ങളും, ലീഗിലും അതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇനി ശശി തരൂര് ഇനി BJPയിലേക്കോ അല്ലെങ്കിൽ CPMയിലേക്കോ പോവാൻ വല്ല സാധ്യതയുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കണേ. ഓക്കെ, ഈ കാരണം ചോദ്യം വ്യക്തമായി. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പ്രകൃതി വെച്ചിട്ട് എന്തെങ്കിലും ഒരു സീറ്റിനോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്ഥാനത്തിനോ വേണ്ടി പോകുന്ന ഒരു വ്യക്തിയല്ല. കാരണം അദ്ദേഹം നിലവിലൊരു MP-യെക്കാളും ഒരു മന്ത്രിയെക്കാളും ഒക്കെ ഉന്നത ലെവലിൽ നിൽക്കുന്ന വ്യക്തിത്വമാണ്. ഇടതുപക്ഷത്തിൽ പോയി ഏതെങ്കിലും ഒരു മന്ത്രിയാവുക, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ പോയിട്ട് സഹമന്ത്രിയാവുക എന്നൊരു ലക്ഷ്യമല്ല. ആൾക്ക് വ്യക്തമായിട്ട് ഐഡിയകളുണ്ട്, പ്ലാനുണ്ട്, പദ്ധതികളുണ്ട്. ആളുടെ കണ്ണിൽ നോക്കുമ്പോൾ മറ്റുള്ള ലീഡർഷിപ്പിലുള്ള വ്യക്തികൾ, പുള്ളിയുടെ സിദ്ധികൾ, കഴിവുകൾ, ജനങ്ങളെ ആകർഷിക്കാനുള്ള കഴിവ്, കാരണം യുവജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിനുള്ള പിന്തുണ, ഇത് സ്വന്തം പാർട്ടി അംഗീകരിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, ദേശീയ നേതൃത്വം അംഗീകരിക്കുന്നില്ല ഒരു തോന്നൽ. പിന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അവരെ പ്രൊട്ടക്ട് ചെയ്ത്, അവരെ സംരക്ഷിച്ച് അവർക്ക് ഒപ്പം നിൽക്കുന്ന ആളുകളെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രകൃതിയിലാണ് ഒരു 10-15 വർഷമായിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നയങ്ങളാണ്. ഇതൊക്കെ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ അവരെന്ത് പറഞ്ഞാലും അതിനെതിരെ മിണ്ടാതിരിക്കുക എന്ന രീതിയിൽ പോകുന്ന ആളുകൾക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ള അവസ്ഥയുണ്ട്. അപ്പൊ അദ്ദേഹം നോക്കുമ്പോൾ അവിടെ ആൾക്ക് പ്രത്യേകിച്ച് റോളില്ല. കാരണം ഒരു 2ാം സ്ഥാനോ അല്ലെങ്കിൽ ഒരു 3ാം സ്ഥാനോ 4ാം സ്ഥാനോ കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പൊ ഇത്തരം അവസ്ഥയിൽ അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിൽ ഞാൻ ശക്തനാണ്, എനിക്ക് കഴിവുണ്ട്, ഞാൻ മിടുക്കനാണ് എന്ന രീതിയിൽ ആളുടെ ആർഗ്യുമെന്റ്സ് വയ്ക്കുന്നു. ഒരു ലേലം വിളിയാണ്. എനിക്ക് ഒരു കേന്ദ്രമന്ത്രി പദം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രപതി, അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി, അല്ലെങ്കിൽ എന്താ പറയുക കേരളത്തിലെ മുഖ്യമന്ത്രി പദം, ഇതൊക്കെയാണ് ഞാൻ ലക്ഷ്യം എന്നുള്ള ആ റേഞ്ച് എനിക്കുണ്ടെന്ന് അത് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തോന്നുകയാണ് ഇനി ശശി തരൂരിനെ മുഖ്യമന്ത്രി ആക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ ഇടതുപക്ഷത്തിൽ പോവാം. അതോടൊപ്പം തന്നെ BJPയിൽ അദ്ദേഹത്തെ ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാക്കി മാറ്റി ഭാവിയിൽ കേരളത്തിലെ BJP മുഖ്യമന്ത്രിയാക്കി മാറ്റാനുള്ള ശ്രമം നടത്താൻ ഒരു പക്ഷെ അദ്ദേഹം സമ്മതിച്ചു. പക്ഷെ അദ്ദേഹം ഒരിക്കലും അന്ധമായ BJPയോ അന്ധമായ ഒരു കമ്മ്യൂണിസ്റ്റായി മാറില്ല. അദ്ദേഹത്തിന്റെ അടിസ്ഥാന നേച്ചർ, അദ്ദേഹത്തിന്റെ പ്രകൃതി വെച്ചിട്ട് ഒരു അടിമയുടെ പോലെ ജീവിക്കുന്ന ഒരു വ്യക്തിത്വമല്ല. ആളെപ്പോഴും ഒരു ഒറ്റക്കൊമ്പൻ, ഒരു ഒറ്റയാൻ തന്നെയാണ്. ഞാനൊരു തലയെടുപ്പുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഒരു അടിമയായിട്ട് നിന്ന് പോകുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. അതാണ്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുള്ളത്, ആള് ഇങ്ങനെ കോൺഗ്രസിലും ഇപ്പൊ ലീഗിലൊക്കെ ആളെ കുറിച്ചിട്ട് ഇങ്ങനെ അവര് ഓരോ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുമ്പോ ആ ശശി തരൂരിന്റെ ഉള്ളിലുണ്ടാവൂലോ ഇവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തണ കാരണം ആൾക്കൊരു തീരുമാനം ഉണ്ടാവൂലോ. അപ്പൊ ആള് എന്തൊട്ട് തീരുമാനിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വഴിക്ക് അങ്ങോട്ട് പോട്ടെ, അല്ലാണ്ട് എന്താ പറയാ. എന്തായാലും ആളെ അവഗണിക്കാനോ എന്താ പറയാ ഒതുക്കാനോ സാധിക്കില്ല. കാരണം അദ്ദേഹം ഒരു ഒറ്റയാൻ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെയും അദ്ദേഹത്തിന്റെ കഴിവിനെയും അംഗീകരിച്ച് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഒത്തുതീർപ്പുകളെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും സംഭവിക്കുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് 2-3 ദിവസം കഴിയുമ്പോൾ വിശദമായിട്ട് പറയാം. ഓക്കെ, എന്തായാലും ചോദ്യം നന്നായി. കാരണം
ജോളിനെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. കാരണം ഞാനിങ്ങനെ ഈ വാർത്ത ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനൊരു തയ്യാറെടുപ്പുണ്ടായല്ലോ. എന്തായാലും വളരെ സന്തോഷം കേട്ടാ. ഓക്കെ, ശരി ശരി.